ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് വളരെ പെട്ടെന്ന് 5 മിനിറ്റിനകത്ത് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ. അതും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ്. അരിക്കോ കുതിർത്തോ ഒന്നിൻ്റെയോ ആവശ്യമില്ല, വീട്ടിലുള്ള ചേരുവകൾ മാത്രം. അതും ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് ചോറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുറഞ്ഞ അളവിൽ കാണിക്കുന്നതിന് പേരിലാണ് 1 കപ്പ് ചോറെടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് തേങ്ങാ ചിരകി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ട, കുഞ്ഞു കോഴിമുട്ട എടുത്താൽ മതി, സ്മോളായിട്ടുള്ള. അതെടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം കൂട്ടാതെ ഇതൊന്ന് അരച്ച് വരാം. നല്ല ഫൈനായിട്ട് അരക്കാൻ ശ്രദ്ധിക്കുക. ഈ അരച്ചതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂണ് റവ, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല കട്ടി കിട്ടുന്നത് വരെ നമുക്ക് ഇത് ഇങ്ങനെ കുഴച്ചെടുക്കണം. കാരണം ഇത് കുറച്ച് ലൂസാണെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് 1 സ്പൂൺ കൂടി അരിപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു മുക്കാൽ സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഇത് മിക്സാക്കി കൊടുക്കണം. കുറച്ചിങ്ങനെ പറ്റും പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ റവ നല്ലോണം ഇരുത്ത വെള്ളമെല്ലാം കുടിച്ചിട്ട് നല്ലൊരു കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ സമയമില്ലെങ്കിൽ കുറച്ചും കൂടി റവ ചേർത്തിട്ട് നല്ലൊരു കട്ടിയാക്കിയിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഏതായാലും ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ഉറച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ മാവ് പിന്നെയും ചില ചോറിന് പറ്റലുണ്ടാവും. അപ്പോൾ അത് ലൂസാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഇതേപോലെ ഇത്ര കട്ടിക്ക് കിട്ടുന്ന വിധത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരല്പം അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ലൂസായിട്ടാണ് വന്നിട്ടുള്ളത് ചോറ്. കാരണം ഞാൻ തണുത്ത ചോറാണ് ഉപയോഗിച്ചത്. അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വീണ്ടും കൈ വെച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു ബോളാക്കി മാറ്റാം. ഒരു പൂരി വലുപ്പത്തിനുണ്ടാകുന്ന ബോൾ ഉണ്ടാവുമല്ലോ, ആ ബോളാക്കിയിട്ട് ഇതിനെല്ലാം മാറ്റാം. എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കാം. ഇതിന് നടുക്കായിട്ട് ഈ ബോൾ വെക്കാം. ഇതിലൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ഓയിൽ തടവി കൊടുത്താൽ മതി കേട്ടോ. ഇനി മറ്റൊരു കവർ കൊണ്ട് ഇതിനൊന്ന് മൂടി വെക്കാം. ഇപ്പോഴത്തെ സ്റ്റീൽ പാത്രം എല്ലാവരും വീട്ടിൽ കാണുമല്ലോ, ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട്. നമുക്ക് പൂരി വലുപ്പത്തിലുള്ള പൂരിയായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയം ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കണം. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് കിട്ടണം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ പൊങ്ങി വരും. അങ്ങനെ തനിയെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിന് 2 സൈഡും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല, അങ്ങനെ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.